നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരുന്നത് ശ്രീ അഭിലാഷ്, അഡ്വക്കേറ്റ് അഭിലാഷാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷററാണ്. എന്താണ് അഭിലാഷേ, എന്താണ് ഈ നടക്കുന്നത്? അഭിലാഷിൻ്റെ അഭിലാഷത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ കോൺഗ്രസ്സിൽ നടന്നു പോരുന്നത്, തീരുമാനം എടുത്തു പോരുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പൊ അതിൽ ഓരോ തീരുമാനവും എടുക്കുമ്പോഴും അത് ഏകപക്ഷീയമായി തീരുമാനമായി മാറാൻ പാടില്ല എന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ട്. അതിനനുസരിച്ചാണ് കോൺഗ്രസിലെ ഏത് തീരുമാനവും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ജനാധിപത്യ സ്വഭാവമുണ്ട്. അതനുസരിച്ചാണ് അതിലെ തീരുമാനം എടുക്കുന്നത്. അതിന് കുറച്ച് കാലവിളംബം ഉണ്ടായി എന്ന് വരും. അതിൽ എന്റെ അഭിലാഷത്തിനനുസരിച്ചാണോ എന്ന് അദ്ദേഹം സാറ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അഭിലാഷിനെ എന്ന് പറഞ്ഞ ഒരു പ്രതീകവൽക്കരണമാണ്. കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും വികാരത്തിനനുസരിച്ചാണോ ഈ കാലവിളംബം ഉണ്ടാകുന്നതെന്നുള്ളത്? കാലവിളംബം ഉണ്ടായതെന്നാണ്. അല്ല, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം, MLA-മാരുടെ വികാരം, ജനങ്ങളുടെ വികാരം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളൊരു തീരുമാനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസൃതമായ ഒരു തീരുമാനം തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് വരും എന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. അഭിലാഷ് ഇത് പറയുമ്പോൾ ഇവിടെ എനിക്കൊരു അഭിപ്രായ വിയോജിപ്പുണ്ട്. അതായത് അഭിലാഷ് പറഞ്ഞു MLA-മാരുടെ വികാരം, ജനങ്ങളുടെ വികാരം, സംഘടനാ ഭാരവാഹികളുടെ വികാരം, ഇതെല്ലാം വ്യത്യസ്തമാണോ? അല്ല, ഇതെല്ലാം ചേർന്ന് ഒന്നാണ്. ആ ഒന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ അവിടെ ജനങ്ങളെല്ലാം കൂടെ കയറി ഒരു പാർലമെന്റിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, പാർലമെന്ററി പാർട്ടി ആവാൻ പറ്റില്ല. അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് അവർ തെരഞ്ഞെടുത്ത MLA-മാർ അവരെടുക്കുന്ന തീരുമാനമായിരിക്കണ്ടേ അന്തിമം? ഇതെന്തിനാ പിന്നെ അവിടെ എന്താ ഒരു കൺഫ്യൂഷൻ? അല്ല, അതാ നമ്മളിപ്പോ അതല്ലേ പറഞ്ഞത് ശരിയാ, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യം. പക്ഷേ MLA-മാരുടെ തീരുമാനത്തിന് ഒരു പ്രസക്തിയുണ്ട്. ജനപ്രതിനിധികളുടെ തീരുമാനമാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് പാർട്ടി നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ എല്ലാ വിഭാഗക്കാരെയും അനുനയിപ്പിച്ചുകൊണ്ട് പരമാവധി കൊണ്ടുപോകുവാൻ ഹൈക്കമാൻഡ് ശ്രമിക്കും. അതിനുവേണ്ടിയാണ് സീനിയർ നേതാക്കളെ, വർക്കിംഗ് പ്രസിഡന്റുമാരെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് ചർച്ച നടത്തിയത്. അതുകൊണ്ടാണ് തീരുമാനങ്ങൾ കൃത്യതയോടെ ആവാൻ വേണ്ടിയാണ്, അതിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. MLA-മാർ മാത്രമല്ല, അതിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ, മുൻ KPCC അധ്യക്ഷന്മാർ, ഇനി മുതിർന്ന ശ്രീ AK ആന്റണി സാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, അവരെയൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഹൈക്കമാൻഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് ചോദിക്കുന്നവർ ഈ കാര്യങ്ങൾ നേരത്തെ നടത്താവുന്ന ഒരു ഗ്രഹപാഠമായിരുന്നു. ഇത് നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ളത്, ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്നുള്ളത് 100% ഉറപ്പായിരുന്നു. കാരണം നമുക്കറിയാം, പൊതുജന വികാരം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരായിരുന്നു. ആ വികാരമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പക്ഷേ ആ വികാരം കോൺഗ്രസിന് അനുകൂലമാണോ അല്ലയോ എന്നുള്ളത് നിരീക്ഷകർ പറഞ്ഞോട്ടെ, നമ്മളത് തർക്കത്തിൽ ഏർപ്പെടണ്ട. പക്ഷേ ആ വികാരം തണുത്തുറഞ്ഞു പോകുന്ന ഒരു കാലവിളംബമാണ്. നമ്മൾ ചൂടോടെ വെച്ചിരിക്കുന്ന ആഹാരം ചൂടോടെ കഴിക്കേണ്ടത് അല്ലേ? അത് തണുത്തു കഴിഞ്ഞാൽ അത് വല്ലാത്ത ദുസ്വാദം ഉണ്ടാക്കുന്നില്ലേ? ആ ദുസ്വാദം ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ആത്മാർത്ഥമായിട്ട് അങ്ങയുടെ അഭിപ്രായം പറഞ്ഞു. അല്ല, എന്റെ അഭിപ്രായത്തിൽ ആ ഒരു തിളക്കത്തിന് ചെറിയൊരു മങ്ങൽ ഏറ്റിട്ടുണ്ട്. അത് സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യമായി പറ്റും. തിളക്കത്തിന് ഒരു മങ്ങൽ ഏറ്റിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് നേരത്തെ തീരുമാനിച്ചുകൂടെ എന്ന് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ടീം UDF ശക്തമായ രീതിയിൽ വരും എന്ന് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞാലല്ലേ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാവൂ. അതിന് 10 ദിവസമായിട്ടുണ്ട്. അപ്പൊ ഇന്നോ നാളെയോ ഇതിലൊരു തീരുമാനം ഉണ്ടാകും. അതൊരു 10 ദിവസം എന്ന് പറയുന്നത് വലിയൊരു നീണ്ട കാലയളവല്ല. കാരണം ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ ഏറ്റവും ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി 5 വർഷത്തേക്കുള്ള ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയാണ്. അത് ഇതിൽ ഒരു നേതാവ് മാത്രം, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കഴിഞ്ഞ 10 വർഷക്കാലമായി അതിൽ ഒരു മുഖമേ ഉള്ളൂ.
LDF അല്ലാതെ മറ്റാരുണ്ട്, അതിനും ഒരു മുഖം. എന്തെടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം പിണറായി വിജയന്റെ മുഖം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ശബരിമല അയ്യപ്പനേക്കാളും വലുതായിട്ടാണ് അവിടെ പിണറായി വിജയൻ അവതരിപ്പിച്ചത്. ദശാവതാരം കഴിഞ്ഞ് 11ാമത്തെ ഒരു അവതാരമായിട്ടാണ് പിന്നെ കണ്ടത് അങ്ങനെയാണ്. അതെ, കൽക്കിക്ക് ശേഷം കൽക്കിയെക്കാളും വലിയ ഭീകരമായ ഒരു രീതിയിലാണ് പിണറായി വിജയനെ കണ്ടത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് UDF സമർത്ഥരായ നേതാക്കളുണ്ട്. ഇപ്പോൾ തന്നെ 3 പേരുകളാണല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. ഇതിനേക്കാൾ ഉപരിയായി നേതാക്കളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. അപ്പൊ ഈ 3 പേരിൽ എത്തിയത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പൊ 3 പേരിൽ നിന്നും അതിൽ ഓരോ നേതാക്കളും അവരുടേതായ മേഖലകളിൽ അവരുടെ എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച് മികച്ച രീതിയിൽ സംഘടനാ പ്രവർത്തനവും അതുപോലെ തന്നെ ഗവൺമെന്റുകളുടെ ഭാഗമായി നിന്ന് പ്രവർത്തനവും നടത്തിയിട്ടുള്ളവരാണ്. അതിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിന് ചില കാലവിളംബം ഉണ്ടായെന്ന് ഇരിക്കും. അത് എന്തായാലും 2 ദിവസത്തിനകം ഇതിലൊരു തീരുമാനം ഉണ്ടാകും. തീരുമാനം വളരെയധികം ശുഭകരമായിരിക്കും. തീരുമാനം വന്നു കഴിഞ്ഞാൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അണികളും എല്ലാവരും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ് പറഞ്ഞത് ഞാൻ വാദത്തിന് സമ്മതിക്കാം. 10 ദിവസം എന്ന് പറയുന്നത് വലിയൊരു താമസമല്ല. ഇത്രയും നാൾ 10 വർഷം നമ്മൾ കാത്തിരുന്നു. സമ്മതിക്കുന്നു. പക്ഷേ പ്രശ്നം അതല്ല. 5 വർഷം പൂർത്തിയായാൽ എല്ലാം ശുഭം എന്ന് ഞാൻ പറയും. പക്ഷെ പ്രശ്നം അതല്ല. കേരളത്തിൽ ഇത്ര തിളങ്ങുന്ന വിജയം സമ്മാനിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലിട്ട് ഒരു ആളിന്റെ പോസ്റ്റർ നശിപ്പിച്ചു കളയുന്നത് KC വേണുഗോപാലിന്റെ പോസ്റ്റർ. മറ്റൊരു വിഭാഗം VD സതീശന്റെ ഗ്രൂപ്പ് അവിടെ പ്രകടനം നടത്തിക്കൊണ്ട് CPMന്റെ പിണറായി വിജയന്റെ ഫ്ലക്സ് അവർ നശിപ്പിച്ചില്ല. പക്ഷെ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന്റെ ഫ്ലക്സ് വെടിവെച്ചോട് കൂടിയോ തോക്ക് വെച്ച് എന്തോ ക്യാമറകൾ ഇങ്ങനെ പൊക്കി വെച്ചിരുന്നത് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ. വലിയ ഒച്ചയും കേട്ടു. വെടിവെക്കുമായിരുന്നു അദ്ദേഹത്തിന് നേരെ ഭീകരർ ചെയ്യുന്ന പോലെ. അതിനോടൊപ്പം അപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ദൃക്സാക്ഷിയാണ്, ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയ്ക്കും അവിടെ പരിഗണിക്കും. ഞാനിവിടെ ചോദിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രീയം അറിയാവുന്ന ചിലർ പറഞ്ഞൊരു കാര്യം, ഉമ്മൻചാണ്ടി വിഭാഗക്കാരായിട്ടുള്ള അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുന്ന 18 MLA-മാരുണ്ട്. അവരുടെ ഭൂരിപക്ഷമാണ് KC വേണുഗോപാലിന് നമ്മുടെ പാർലമെന്ററി പാർട്ടി എന്ന് പറയുന്നില്ല, ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാത്തതുകൊണ്ട് നിയുക്ത പാർലമെന്ററി പാർട്ടിയിൽ കിട്ടിയിരിക്കുന്നത്. ഈ 18 പേരും VD സതീശന് പക്കായതര. കാര്യം എന്തെന്നറിയാമോ? കോട്ടയത്ത് നിന്ന് പുതുപ്പള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം, അങ്ങനെ ആരും അട്ടിപ്പേർ അവകാശം ഒരു മണ്ഡലത്തിനും വെച്ചേക്കരുത്, അദ്ദേഹത്തിനെ തിരുവനന്തപുരത്തേക്ക് അയക്കണമെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. പരോക്ഷമായിട്ടാണ് പറഞ്ഞത്, നേരിട്ടല്ല. ആ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു VD സതീശൻ. ആ വിരോധം മനസ്സിൽ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ വിരോധമെന്ന് പറയുന്നത്, മനസ്സിൽ വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് പാർട്ടിക്ക് 5 വർഷം തികയ്ക്കുന്നതിന് ഒരു പ്രതിബന്ധമാവില്ലേ? ഒരിക്കലും അങ്ങനെ ഒരു UDF-ന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകരോ നേതാക്കളോ ശ്രീ KC വേണുഗോപാലിന്റെ ഫ്ലെക്സോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെയുള്ള ഫ്ലെക്സോ കീറും എന്ന് നശിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ചാണ്ടി ഉമ്മനും അത് തന്നെയാണ് പറഞ്ഞത്. കരുതുന്നില്ല. അത് ഒരിക്കലും ഒരു ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന് സാധിക്കില്ല. ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും സാധാരണക്കാരന്റെയും വികാരമാണ് അദ്ദേഹം. അതുപോലെ KC വേണുഗോപാൽ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. നിങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ്. ഒരിക്കലും KCയുടെ ഫ്ലെക്സ് ഞങ്ങളുടെ പ്രവർത്തകരാരും ഞങ്ങളത് കീറും എന്ന് വിചാരിക്കുന്നില്ല, അത് സമ്മതിക്കുന്നില്ല. ഇനി കീറിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളുടെ പ്രവർത്തകരല്ല എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരെ. പിന്നെ KC വേണുഗോപാലിന്റെ ഒരു ബോർഡ് വെച്ചത് കോട്ടയത്തെ കണ്ട ഒരു ബോർഡ് വെച്ചു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമാണ് വെച്ചത്. പിന്നെ ഞങ്ങൾ അത് TV ചാനലൊക്കെ വന്നതാണ്. അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പോ. അല്ല, മനോരമ ചാനലിൽ കാണിച്ചതാണ്. കാരണം രാത്രി കൊണ്ടുപോയി, കാരണം ഒരു അടി ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് ബോർഡ് എടുത്ത് മാറ്റാൻ പറഞ്ഞതിന്റെ ആ ദിവസം രാത്രി KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് കൊണ്ടുവന്നു ഒരു കവലയിൽ വെച്ചു. അവിടുത്തെ ഒരു CCTV-യിൽ പതിഞ്ഞു. എടുത്തു നോക്കിയപ്പോൾ അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ LC അംഗം, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലുള്ള ആൾ, അതിന്റെ ശബ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടിയതാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ ഇതിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആ ഫോട്ടോ കാണിക്കുന്നില്ല, എന്റെ കയ്യിലുണ്ട്. ആ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരല്ലെന്ന് പറഞ്ഞ് ശാസ്തമംഗലം മോഹനെ താങ്കൾക്ക് അറിയാമല്ലോ. അറിയാം. കോൺഗ്രസ്സുകാരനാണോ? അദ്ദേഹം പ്രകടനത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഫ്ലെക്സ് കീറിയതിൽ
കോൺഗ്രസ് നേതാക്കൾ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്ക് KC-യുടെയോ അല്ലെങ്കിൽ ആരാധനയായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെയോ ഫ്ലെക്സ് കീറാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം ചാണ്ടി ഉമ്മനും പറഞ്ഞു, മദ്യപിച്ചിട്ടുള്ള ചെറുപ്പക്കാർ ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷെ ആ പ്രവൃത്തി ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടത് ശാസ്ത്രമൂലം പോലും ശാസ്ത്രമൂലം മോഹനെ തീർച്ചയായിട്ടും ഞാൻ ആ കൂട്ടത്തിൽ കണ്ടില്ല. ഞാൻ പറയുന്നത് പ്രകടനത്തിൽ മാത്രമേ. പക്ഷെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാമായിരുന്നു. തൊട്ടടുത്ത് അദ്ദേഹം ആസ്വദിച്ചു പറയുന്നത് പ്രകടനത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്ലെക്സ് കീറുന്നത് അതൊരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അതിൽ ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളതായിരിക്കാം, ചിലപ്പോൾ BJP-കാരനായിരിക്കാം, ചിലപ്പോൾ മറ്റു രാഷ്ട്രീയ അല്ലെങ്കിൽ പെട്ടെന്ന് വേറെന്തെങ്കിലും ഒരു വികാരത്തിന്. ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ട് ഒന്ന് ചെയ്തു എന്ന് ഞാൻ പറയില്ല. മറ്റെന്തെങ്കിലും പെട്ടെന്ന് ചെയ്തതായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഓക്കെ എന്തായാലും അതിന് തെറ്റാണെന്ന് അങ്ങനെ സമ്മതിക്കുന്നു. പ്രകടനം പോലും തെറ്റല്ലേ? പ്രകടനം തെറ്റെന്ന് പാർട്ടി പറഞ്ഞു, നിർത്തിയല്ലോ. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ നീരസം പ്രകടിപ്പിച്ചിരിക്കുന്നത് നീരസം എന്നുള്ള വാക്ക് തന്നെയാണ് മനോരമയെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലക്സുകൾ കീറിയതിലും പ്രകടനങ്ങൾ നടത്തിയതിലും പാർട്ടിയുടെ അച്ചടക്കം നശിപ്പിച്ചു. അതുകൊണ്ടാണ് K. സുധാകരൻ പണ്ട് സെമി കേഡർ പാർട്ടിയാക്കാമെന്ന് അദ്ദേഹത്തിനെ തന്നെ മാറ്റി. ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കേഡർ പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുണ്ട്. CPM-നേക്കാൾ വളരെയധികം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് 2011 പറഞ്ഞപ്പോൾ പ്രകടനമുണ്ടായി. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. പിന്നെ അല്ല, അന്ന് അതിനുശേഷം അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാക്കി സീറ്റ് കൊടുത്തു. അന്ന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ പറഞ്ഞത് സീറ്റ് കൊടുക്കണ്ട എന്നാണ് തീരുമാനിച്ചത്. അതിനുശേഷം സീറ്റ് കൊടുത്തു, പ്രതിപക്ഷ നേതാവാക്കി. അതിനുശേഷം പ്രതിപക്ഷ നേതാവിന് ശേഷം വീണ്ടും സീറ്റ് കൊടുത്തു, അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി നടന്നിട്ടുണ്ട്. കേരള സ്വഭാവമുള്ള മാർക്സിസ്റ്റ് പാർട്ടി നടന്നിട്ടുണ്ട്. അത് പ്രകടനവും അത്തരത്തിലുള്ള ബോർഡ് വയ്പൊക്കെ പെട്ടെന്നൊരു വികാരത്തിന്റെ പുറത്തുണ്ടായത്. അതെല്ലാം നിയന്ത്രിക്കുവാൻ ഹൈക്കമാൻഡിന്റെ ഒരു വ്യക്തമായ നിലപാട് കൊണ്ട്, ഇടപെടൽ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചു. സ്വിച്ച് ഓഫ് ചെയ്ത പോലെ സമ്മതിക്കുന്നു.